ജീവിതമേ ഒരു വഴിയമ്പലം, നൈമിഷികം ഈ വാസസ്ഥലം, നേർവഴി മാറും ജീവനയാനം, ശോഭനമല്ലതിനന്ത്യം, ശോഭനമല്ലതിനന്ത്യം. ജീവിതമേ ഒരു വഴിയമ്പലം, നൈമിഷികം ഈ വാസസ്ഥലം, നേർവഴി മാറും ജീവനയാനം, ശോഭനമല്ലതിനന്ത്യം, ശോഭനമല്ലതിനന്ത്യം. മനസ്സൊരു മരുഭൂമിയല്ലേ അവിടം, അകലും മരീചികയല്ലേ. മനസ്സൊരു മരുഭൂമിയല്ലേ അവിടം, അകലും മരീചികയല്ലേ. മരുപ്പച്ച തേടും നിന്നവസാനം കനവിൻ തീരമല്ലേ, കനവിൻ തീരമല്ലേ മനുഷ്യ. അധ്യാപനത്തേക്കാൾ സുപ്രധാനമായ മറ്റൊരു തൊഴിൽ ഈ ലോകത്തില്ലെന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒടുവിൽ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മാഷ്, മാധവ് മാഷ്.
വൃത്തികെട്ട വർഗം എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നീട്ട കൈ, നീട്ട്. ഇങ്ങോട്ടാ എന്റെ പൈസ കൊടുത്താ. എന്റേത് പൈസ ഇങ്ങോട്ടാ. ബഹളം ഇതെന്താ? ചന്തയോ? എഴുന്നേറ്റിക്കണ്ടും മാഷെ, ഇവൻ കള്ളനാ. എന്റെ ബുക്കിലുണ്ടായിരുന്ന 100 രൂപ ഇവൻ കട്ടെടുത്തു. നേരാണോടാ? ഇല്ല മാഷെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നുണയെ മാഷെ, അവന്റെ ബുക്കിലുണ്ട് പൈസ. നോക്കട്ടെ. അമ്പട കള്ള, നിനക്കൊന്നും അറിയില്ലല്ലേ? പിന്നെ എങ്ങനെ ഈ പൈസ നിന്റെ ബുക്കിൽ വന്നു? സത്യായിട്ടും എനിക്കൊന്നും അറിയില്ല മാഷെ. ഈ ബാബു നുണ പറയാ. ഞാൻ ആരുടെ പൈസ കട്ടെടുത്തിട്ടില്ല. വെറുതെ പറയാ മാഷെ. എനിക്ക് എന്റെ അച്ഛൻ ലീവിന് വന്നപ്പോ തന്ന 100 രൂപയാ. അതാ ഇവൻ കട്ടെടുത്ത്. കള്ളന്മാർക്ക് ഇരിക്കാനുള്ളതല്ല എന്റെ ക്ലാസ്. ഇറങ്ങടാ പുറത്ത്. ഇറങ്ങി പോടാ പുറത്ത്. ഇരിക്കണവിടെ. മോനെ, ലിയാക്കത്തെ മോനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല. വന്ന പടിയന് കയറി കിടക്കുക. മോനെ, അന്റെ പുസ്തകത്തിന് എവിടെ 100 ഉറുപ്പിക കിട്ടിയോ? ബാപ്പ തന്ന പൈസയാ. എവിടെയാ വെച്ചെന്ന് ഒരു ഓർമ്മയില്ല. എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ? പുസ്തകത്തിനകത്തുനിന്നെങ്ങാനും 100 ഉറുപ്പിക കിട്ടിയോന്ന്. സാധനങ്ങൾ വാങ്ങാൻ വെച്ച പൈസയാണ്. എന്താ മോനെ? എന്റെ പുസ്തകത്തിനകത്തുണ്ടായിരുന്നു ആ പൈസ. അതെന്റെ ക്ലാസ്സിലെ ബാബു എന്ന് പറഞ്ഞ കുട്ടി അവന്റെ പൈസ ഞാൻ കട്ടെടുത്തതാണെന്ന് പറഞ്ഞ് മാഷിനെ കൊണ്ട് പിടിപ്പിച്ചു. നേരോ? എന്നിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ടോ മാഷ് വിശ്വസിച്ചില്ല. എന്നെ ഒത്തിരി തല്ലി കള്ളാന്ന് വിളിച്ചു. എന്നിട്ട് സ്കൂള് കഴിയുന്നവരെ ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തി. എന്താ ഈ കേൾക്കുന്നത്? എന്നിട്ട് ആ പൈസ എന്താ ചെയ്തത്? അത് മാഷ് ബാബുവിന് കൊടുത്തു. ഏത് മാഷാ മോനെ തല്ലിയത്? മാധവ മാഷ. അയ്യാ കല്ലേൽ ഒത്തിരി മുൻശൂണ്ടി കൂടുതലാ. ബാപ്പ വരട്ടെ, ഉമ്മ പറയുന്നുണ്ട്. വേണ്ടുമ്മ, ബാപ്പ ചീത്ത പറയൂ. എന്നാ ഉമ്മ നാളെ സ്കൂളിലേക്ക് വരുന്നുണ്ട് എന്റെ കുട്ടീന്റെ കൂടെ. സത്യം എന്താന്ന് ഞാൻ പറയാം മാഷോട്. അത് ശരി. മകനെ രക്ഷിക്കാൻ ഓരോ കഥകളുമായിട്ട് വന്നിരിക്കുക നിങ്ങള്. നിങ്ങൾ അവന്റെ പക്ഷം ചേരുമെന്നറിയാവുന്നത് കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാഷേ, ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞങ്ങള് പാവപ്പെട്ടവരായോണ്ടാ? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ കൂടുതലൊന്നും പറയും വേണ്ട. ബാബുവിനെ എനിക്ക് വിശ്വാസ. അവൻ കള്ളം പറയാറില്ല. നല്ല വീട്ടിലെ കുട്ടിയാ. പിന്നെ തെറ്റുകൾ കണ്ട തിരുത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ കടമ. അല്ലാതെ അതിന് കൂട്ടു നിൽക്കുക എന്നുള്ളതല്ല. ഇന്നിത് ചെയ്തു, നാളെ ഇതിലും വലുത് ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ ചൊല്ല്. നിൽക്കണ്ട, പോവാം. കൂടുതലൊന്നും പറയാനില്ല. അനിയനും അനിയത്തിയാണെങ്കിൽ പോലും അടുത്തു വരുന്നത് ഇഷ്ടമില്ലാണ്ടായി. പുറത്തിറങ്ങിയാണ് മറ്റു കുട്ടികളുടെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തൽ. വീട്ടിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. ഒടുക്കം ഞാൻ സ്കൂളിൽ പോകാൻ മടിച്ചിരിക്കുകയാണെന്നറിഞ്ഞ ബാപ്പ എന്നെ ശകാരിക്കാൻ തുടങ്ങി.
എന്താ തടവിട്ടിരിക്കുന്നത്? എന്താ സ്കൂളിൽ പോകാത്ത? കേറിപ്പോടാത്ത്. നിവൃത്തിയില്ലാതെ പുസ്തകങ്ങളുമായി ഇറങ്ങിയ ഞാൻ സ്കൂളിൽ വരാതെ പല സ്ഥലങ്ങളിലുമായി ഒളിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു ദിവസമാണ് ഞാൻ അയാളെ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും പേടിച്ചു പോകും. കലങ്ങിയ കണ്ണുകൾ, പരുക്കൻ രൂപം. ഞാൻ അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വേടാ. നീ ഏതാ? നീ എന്താ സ്കൂളിൽ പോയില്ലേ? ഞാനാകെ പോയ 4ാം ക്ലാസ് വരെയാ. പിന്നീട് പല ദിവസങ്ങളിലും ആ കുന്നിൻ ചെരുവിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. നല്ലൊരു സംരക്ഷകനായിട്ടാണ് ഞാൻ അയാളെ കണ്ടത്. ഞങ്ങളുടെ ബന്ധം വളർന്നു. അയാൾ എന്നെ പല പാടില്ലാത്ത കാര്യങ്ങളും പഠിപ്പിച്ചു. ഇതിനോടകം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അയാളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം